ഗ്രേറ്റ് ടെക് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹീറോ മാസ്ട്രോ എന്ന സ്കൂട്ടറിൻ്റെ ബാക്ക് വീലിലുള്ള ബ്രേക്ക് ഷൂ മാറ്റുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഷൂ മാറ്റുക. നമ്മളൊക്കെ ഉണ്ടാവും, അത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വണ്ടിയിൽ തന്നെ തരുന്ന ടൂൾസുകൾ ഉപയോഗിച്ച് നമുക്ക് ബാക്ക് വീലിൻ്റെ ബ്രേക്ക് ഷൂ മാറാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ വേണ്ടത് നമുക്ക് 24-ൻ്റെ ഒരു റിംഗ് സ്പാനർ, പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ, പിന്നെ WD-40 ഗ്രീസ്, 14-15-ൻ്റെ ഒരു സ്പാനർ, ഒരു നൈലോൺ ഹാമർ. ഇത് ഒരു പഴയൊരു ഫയലാണ്. ഈ ഫയൽ എന്തിനാന്ന് വെച്ചാൽ അത്യാവശ്യം എന്തെങ്കിലും ഇതിന് ജാമാക്കാൻ അങ്ങനെയൊക്കെ വേണ്ടിയാണ്. ഇത് അത്ര നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നമുക്ക് എങ്ങനെയാണത്, നമ്മളിപ്പോൾ ഏതൊരു ജോലി ചെയ്യുകയാണെങ്കിലും സേഫ്റ്റി നമുക്കെപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളതിനൊരു ഗ്ലൗസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വർക്കിംഗ് ഗ്ലൗസ് ആണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാക്ക് വീലിൻ്റെ ബ്രേക്ക് റിമൂവ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് നമ്മൾ 14 സ്പാനർ വെച്ച് ഇതങ്ങ് ലൂസ് ചെയ്യുക. സ്പാനർ വെച്ച് ഇത് ലൂസ് ചെയ്തതിന് ശേഷം ഈ ബ്രേക്കിൻ്റെ ഈ സ്പ്രിങ് നമ്മൾ മാറ്റി വെക്കാം. നമുക്കിവിടെയുള്ള വർക്ക് കഴിഞ്ഞു. ഇത് നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുന്നു. നമുക്ക് ഈ ഒരു സിംഗിൾ നെറ്റ് 24 സ്പാനർ കൊണ്ട് അഴിക്കുക. നമുക്കപ്പോൾ ഈ നെറ്റ് റിമൂവ് ആവും. അതിനുശേഷം ഇത് നല്ല ടൈറ്റ് ആയിരിക്കും. ഈ നൈലോൺ ഹാമർ വെച്ച് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് വരും. അത് നല്ല ടൈറ്റാണ്. ഈ ഒരു വാഷർ മിസ്സാവാതെ നോക്കണം. വീല് റിമൂവ് ചെയ്തതിന് ശേഷം വണ്ടി ചെറുതായി ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വീല് പുറകിലോട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് ലൈനർ പാഡ്. ഇത് വളരെ മോശമായിട്ടുണ്ട്. കുറേ നാളായിട്ട് ബ്രേക്ക് പാഡൊന്നും മാറാത്തത് കൊണ്ടാണ് ഇത്രയും മോശമായത്. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മൾ ഒരു സാൻഡ് പേപ്പർ വെച്ച് ഇവിടെ ഒന്ന് ചെറുതായിട്ട് വരച്ച് ക്ലീൻ ചെയ്യാം. ഇത് വളരെ റസ്റ്റ് പിടിച്ച പോലെ ഒരു അവസ്ഥയിലാണ്. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അമർത്തിയൊന്നും സാൻഡ് പേപ്പർ പിടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ മുകളിലുള്ളൊരു റസ്റ്റ് ആയിട്ടുള്ളൊരു ഇത് മാറിയാൽ മതി. അത് തുരുമ്പ് പിടിച്ച പോലെ, നന്നായിട്ട് തുരുമ്പ് പിടിച്ച പോലെ തന്നെയാണ് അവസ്ഥ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, നല്ല തുരുമ്പ് പിടിച്ച പോലെ തന്നെയുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്യാം. നമുക്കിത് തുടച്ച് വൃത്തിയാക്കിയെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് നന്നായി വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്ക് നമുക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഔട്ടർ സൈഡും വൃത്തിയാക്കുന്നത് നല്ലതായിരിക്കും. ഇതും നമുക്ക് വരാനുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ചെളി നന്നായിട്ട് മണ്ണും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ വരാനുള്ള. അപ്പോൾ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട്
നമുക്ക് ഈ ബ്രേക്ക് ഷൂ ഇങ്ങനെ നമുക്ക് ഊരിയെടുക്കാം. ഈ ബ്രേക്ക് ഷൂവിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കണ്ടറിയാം. വളരെ കട്ടിയും കുറഞ്ഞ് ഇതിൻ്റെ ഇത് ഓൾമോസ്റ്റ് ഇത് ഏകദേശം ഇതൊക്കെ തേഞ്ഞ് തീർന്നിട്ടുണ്ട്. ഇതാണ് ബ്രേക്ക് ഷൂവിൻ്റെ അവസ്ഥ. നമ്മുടെ പുതിയ ബ്രേക്ക് ഷൂ ഇതാണ്. ഇതാണ് പുതിയ ബ്രേക്ക് ഷൂ. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നേരിട്ട് നോക്കിയാൽ മനസ്സിലാവും. അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഈ മൂവ് ചെയ്യുന്ന ഈ ബ്രേക്കിൻ്റെ ഈ മൂവ് ചെയ്യുന്ന ഇവിടെ WD-40 ഒന്ന് അടിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു ആക്സിൽ പോലുള്ള ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ട്രാൻസ്മിഷൻ ഇത് വരുന്നത്. ഈ ട്രാൻസ്മിഷൻ ഓയിൽ വർക്ക് ചെയ്യുന്നത് ഈ ഒരു സെക്ഷനിലായിട്ടാണ്. ഈ ഒരു സ്ഥലത്തായിട്ടാണ് ട്രാൻസ്മിഷൻ ഓയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഷൂ വളരെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാം. ഇത് ഹോണ്ടയുടെ തന്നെ ഒറിജിനൽ ബ്രേക്ക് ഷൂ ആണ്. ആദ്യം തന്നെ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ഈ ഒരു ഷൂവിന് 2 പോളാണ് ഉള്ളത്. ഒരു പോൾ ഒരു റൗണ്ട് കട്ടിങ് ഉണ്ടാവും, മറ്റൊരു സ്ഥലത്ത് ഫ്ലാറ്റ് ആയിരിക്കും. ഈ ഫ്ലാറ്റ് ആയിട്ടുള്ളിടത്ത് നമുക്കിത് ഇങ്ങനെ ഈ ഒരു ഹോൾസിലേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് സുഖമായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. വീൽ ഇൻസേർട്ട് ചെയ്യാം. വണ്ടി ഒന്ന് ചെറുതായി ചരിക്കുക, വീലകത്ത് കയറ്റുക. അതിനുശേഷം ഒന്ന് അനക്കി ഇടുക. അപ്പോഴാണ് ആ ആക്സിലിൻ്റെ പല്ലിൽ ഈസി ആയിട്ട് കയറി. അതിനുശേഷം ഒന്ന് കറക്കി നോക്കണം, അപ്പോൾ വീല് ഫ്രീ ആണോ എന്ന്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് വാഷർ ഇടുക ആദ്യം തന്നെ. അതിനുശേഷം ഇതിൻ്റെ നട്ട്, ഒരു സിംഗിൾ വീല് നട്ടാണ് ഉണ്ടാകുക, അതനുസരിക്കാം. നമ്മളിത് പുറകിലോട്ട് കറക്കി കഴിഞ്ഞാൽ ടൈറ്റ് ആവും. ഓവർ ടൈറ്റ് ചെയ്യേണ്ട, നമുക്കിനി ഇത് പിന്നീട് ടൈറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, നമ്മളിവിടെ ഒന്ന് ഈ WD-40 ഓയിലൊന്ന് സ്പ്രേ ചെയ്യുന്നത് നന്നായിരിക്കും. അതിനുശേഷം ആദ്യം തന്നെ നമ്മൾ ഈ ഊരിയ സ്പ്രിങ് റിട്ടേൺ ഇടുക. അതിനുശേഷം ഇതിൻ്റെ അകത്ത് ഒരു ഹോൾസിൽ കൂടെ ഇത് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ 14ൻ്റെ നെറ്റും സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ബ്രേക്കിനൊരു മാർക്കുണ്ട്. അത് നമ്മുടെ ഈ മാർക്കിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായും ഈ ബ്രേക്ക് ഷൂ മാറണമെന്നാണ്. മിക്കവരും അത് ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ഈ ഒരു ആരോ മാർക്കും ഈ ഹബിനൊരു മാർക്കും ഉണ്ട്. അത് തമ്മിൽ ഈക്വൽ ആയിക്കഴിഞ്ഞാൽ, ഒരേ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ബ്രേക്ക് ഷൂ മാറേണ്ടതാണ്. പിന്നെ നമ്മളൊന്ന് ഈ വീല് കറക്കി നോക്കുക. ആ സമയത്ത് വീൽ ജാമാവാതെ ശ്രദ്ധിക്കുക. ജാം ആയിക്കഴിഞ്ഞാൽ ഷൂ അതിന് പിടിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. ടൈറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ഈ ഒരു ഗ്ലൗസ് യൂസ് ചെയ്ത് ഇങ്ങനെ ടൈറ്റ് കൈകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ പരിക്കുകളൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഈ വീല്
കറക്കിയതിന് ശേഷം ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്ക്. വീല് കറങ്ങുന്നുണ്ട് കണ്ടോ. ഇപ്പോൾ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ വീല് കറക്റ്റായിട്ട് നോക്കും. നമ്മുടെ നേരത്തെ ഈ വീല് മുഴുവനായി ടൈറ്റ് ചെയ്തില്ല. ഇനി നമ്മൾ ഈ സ്പാനർ ഇങ്ങനെ വെച്ച് നമ്മുടെ തറയിൽ തൊട്ടതിന് ശേഷം ഒന്ന് പൊടിക്കുക. ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ ഈ വീല് നല്ല ശരിക്ക് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീലിൻ്റെ ഷൂ മാറുന്ന വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിന് ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കാണാം. ഓക്കെ, നമ്മുടെ ബ്രേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ബ്രേക്ക്, ഓക്കെ, നല്ല ബ്രേക്ക് ഉണ്ട്.